ജെ ഹോംസ് ആൻഡ് പ്രോപ്പർട്ടീസിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്കെല്ലാവർക്കും സ്വാഗതം. എറണാകുളം ജില്ലയിൽ പെരുമ്പാവൂർ ടൗണിൽ നിന്നും ഏകദേശം 4 കിലോമീറ്റർ മാത്രം മാറി ബസ് റൂട്ടിൽ നിന്നും 200 മീറ്റർ മാത്രം അകലെയായി പഞ്ചായത്ത് ടാർ റോഡ് ഫ്രണ്ടേജോട് കൂടി വരുന്ന 3.25 സെൻറ്റ് സ്ഥലവും 1300 സ്ക്വയർ ഫീറ്റുള്ള ഓണർ 40 ലക്ഷം രൂപ ചോദിക്കുന്ന ഒരു മനോഹരമായ വീടിൻ്റെ വിശേഷങ്ങളുമായിട്ടാണ് ജെ ഹോംസ് ആൻഡ് പ്രോപ്പർട്ടീസ് ഇന്ന് നിങ്ങളുടെ മുന്നിലെത്തിയിരിക്കുന്നത്. ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും താഴെ കാണുന്ന ബെൽ ബട്ടൺ അമർത്താനും മറക്കരുത്. വീടിൻ്റെ മറ്റുള്ള വിശേഷങ്ങൾ കിടക്കാം. നമുക്ക് ഗേറ്റ് വരുന്നത് ഇവിടെ ഫോൾഡിങ്ങിലും സ്ലൈഡിങ്ങിലൊക്കെ തുറക്കാവുന്ന രീതിയിലുള്ള ഗേറ്റാണ്. അത് CNC കട്ടിങ്ങൊക്കെ നല്ല ഡിസൈനിലുള്ള CNC കട്ടിങ്ങുകളൊക്കെ ചെയ്ത് നല്ല മനോഹരമാക്കിയാണ് ഇവിടെ നൽകിയിരിക്കുന്നത്. കൂടാതെ നമുക്ക് വലിയൊരു വാഹനം SUV പോലുള്ള വലിയൊരു വാഹനം പാർക്ക് ചെയ്യാവുന്ന രീതിയിലുള്ള കാർ പോർച്ചിനുള്ള പ്രൊവിഷൻ നമുക്കിവിടെ ലഭ്യമാണ്. കൂടാതെ ഒരു ചെറിയ ബൈക്കുകളൊക്കെ വെക്കാനുള്ള പോർഷൻ കൂടി അവിടെയും നമുക്ക് സൈഡിലേക്ക് മാറ്റി ഇവിടെ നൽകിയിരിക്കുന്നു. ഒരു മീഡിയം വലുപ്പത്തിലുള്ള സിറ്റ് ഔട്ടാണ് ഇവിടെ നൽകിയിരിക്കുന്നത്. സിറ്റ് ഔട്ടിന് നൽകിയിരിക്കുന്നത് നല്ല ഗ്രാനൈറ്റും ടൈലും ഒക്കെയാണ് നമുക്ക് സിറ്റ് ഔട്ടിനായിട്ട് ഇവിടെ യൂസ് ചെയ്തിരിക്കുന്നത്. കൂടാതെ നമുക്ക് ഫ്രണ്ട് ഡോറിനായിട്ട് വരുന്നത് ഒറ്റപ്പാളിയിൽ തീർത്ത ഒരു മനോഹരമായ ഡിസൈനിലൊക്കെ കൂടിയുള്ള ഡോറാണ് വന്നിരിക്കുന്നത്. കൂടാതെ സൈഡിൽ നമുക്ക് 2 വിൻഡോകളും ഈ വീടിന് നൽകിയിരിക്കുന്നു. വീടിൻ്റെ അകത്തേക്ക് പ്രവേശിക്കുമ്പോൾ നമുക്ക് ലിവിങ് സ്പേസും ഡൈനിങ് സ്പേസും ഒന്നായിട്ടാണ് ഇവിടെ കിടക്കുന്നത്. രണ്ടും കൂടി നല്ല വലിപ്പമുള്ള രീതിയിലാണ് 2 സ്പേസ് കൂടി ഒരുമിച്ചാണ് നമുക്ക് ഇവിടെ ഇരിക്കുന്നത്. ഇവിടെ സെറ്റുകളൊക്കെ ഇവിടെ ഇടാം. കൂടാതെ ഡൈനിങ് സ്പേസ് ആയിട്ട് ഇവിടെയും നമുക്ക് സ്പേസ് അവൈലബിൾ ആയിട്ടുണ്ട്. ഇവിടെ നിന്നും നമ്മൾ സൈഡിലേക്ക് മാറ്റി ഒതുക്കി നല്ല രീതിയിലുള്ള ഒരു വാഷ് ബേസിൻ കൗണ്ടർ കൂടി ഡൈനിങ് സ്പേസിനായിട്ട് ഇവിടെ നൽകിയിരിക്കുന്നു. ഡൈനിങ് ഏരിയയിൽ നിന്നും നമ്മൾ നേരെ പോകുന്നത് നല്ല കിച്ചണിലേക്കാണ്. കിച്ചൺ ഇവിടെ നല്ല കബോർഡ് വർക്കുകൾ മുകളിലും താഴെയുമായിട്ട് നല്ല ഗ്ലോസി ഫിനിഷിങ്ങിലുള്ള നല്ല കബോർഡ് വർക്കുകളൊക്കെ ചെയ്ത് കിച്ചൺ ഭംഗിയാക്കിയിരിക്കുന്നു. അവിടെ നല്ല മീഡിയം വലുപ്പത്തിലുള്ള കിച്ചണാണ് നമുക്കിവിടെ ലഭ്യമായിട്ടുള്ളത്. കിച്ചണിൽ നിന്നും നമ്മൾ നേരെ പോകുന്നത് നല്ലൊരു വർക്ക് ഏരിയ സ്പേസിലേക്കാണ്. വർക്ക് ഏരിയ ഇവിടെ ഈ വീടിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞാൽ നല്ല രീതിയിലുള്ള നല്ല ലെങ്ത്തിലും വിഡ്ത്തിലൊക്കെ ആയിട്ടുള്ള കവേർഡ് ആയിട്ടുള്ള നല്ല സിങ്ക് പ്രൊവിഷൻ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുള്ള നല്ല കവേർഡ് ആയിട്ടുള്ള വർക്ക് ഏരിയയും ടൈലൊക്കെ ഇട്ട് നല്ല ഭംഗിയാക്കി ഇവിടെ നൽകിയിരിക്കുന്നു. ഇവിടെ നിന്നും നേരെ പോകുന്നത് നമ്മൾ താഴത്തെ നിലയിലുള്ള മറ്റൊരു ബെഡ്റൂമിലേക്കാണ്. താഴെ 2 ബെഡ്റൂമാണ് നമുക്കിവിടെ വരുന്നത്. അത് താഴെ ഇതാണ് മാസ്റ്റർ ബെഡ്റൂമായിട്ട് വരുന്നത്. സ്പേഷ്യസ് ആയിട്ടുള്ള ബെഡ്റൂമാണ്. താഴെ ഒരു ബെഡ്റൂം വന്നിരിക്കുന്നത്. കൂടാതെ ഈ ബെഡ്റൂമും അറ്റാച്ച്ഡ് ബാത്റൂമോട് കൂടിയാണ് നമുക്കിവിടെ നൽകിയിരിക്കുന്നത്. മീഡിയം വലുപ്പത്തിലുള്ള ബാത്റൂമാണ് ഇവിടെ നൽകിയിരിക്കുന്നത്. ഇവിടെ നിന്നും നമ്മൾ നേരെ പോകുന്നത് താഴത്തെ നിലയിലുള്ള ഒരു ബെഡ്റൂമിലേക്കാണ്. താഴെ 2 ബെഡ്റൂമാണ് നമുക്ക് വരുന്നത്. അത് ഇപ്പം മാസ്റ്റർ ബെഡ്റൂമാണ് നമ്മൾ കണ്ടു കഴിഞ്ഞത്. കൂടാതെ നമുക്ക് ഒരു ബെഡ്റൂം കൂടി ഇവിടെ വരുന്നത്. അത് മീഡിയം വലുപ്പത്തിലുള്ള ബെഡ്റൂമാണ് ഇവിടെ വരുന്നത്. കൂടാതെ നമുക്ക് ചെറിയ രീതിയിലുള്ള കബോർഡ് വർക്കുകളും നമുക്കിവിടെ ചെയ്യാനുള്ള പോർഷൻ ഇവിടെ നൽകിയിരിക്കുന്നു. കൂടാതെ നമുക്ക് ഈ ബെഡ്റൂം ബാത്റൂം അറ്റാച്ച്ഡോട് കൂടിയാണ് നമുക്കിവിടെ നൽകിയിരിക്കുന്നത്. ഇവിടെ നിന്നും നമ്മൾ നേരെ പോകുന്നത് മുകളിലെ നിലയിലേക്കാണ്. മുകളിലെ സ്റ്റെപ്പുകൾ ഡൈനിങ് സ്പേസിനും ലിവിങ് സ്പേസിനും ഇടയിലായിട്ടാണ് നമ്മളിവിടെ സ്റ്റെപ്പുകൾ നൽകിയിരിക്കുന്നത്. സ്റ്റെപ്പുകളിന് ഇവിടെ യൂസ് ചെയ്തിരിക്കുന്നത് ടൈലുകളാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ബോർഡറായിട്ട് നല്ല ഡിസൈനൊക്കെ നൽകിയിരിക്കുന്നു. കൂടാതെ നല്ല ഹാൻഡ് റെയിൽ വർക്കുകളൊക്കെ സ്റ്റീലിൻ്റെ നല്ല ഹാൻഡ് റെയിൽ വർക്കുകളും നമുക്കിവിടെ ലഭ്യമാക്കി നൽകിയിരിക്കുന്നു. ഇവിടെ നിന്നും നമ്മൾ നേരെ പോകുന്നത് അപ്പർ ലിവിങ് ഏരിയയിലേക്കാണ്. ഇവിടെ അപ്പർ ലിവിങ് ഏരിയ എന്ന് പറയുന്നത് നല്ല വലിപ്പമുള്ള സ്പേഷ്യസ് ആയിട്ടുള്ള അപ്പർ ലിവിങ് ഏരിയയാണ് ഇവിടെ നൽകിയിരിക്കുന്നത്. നല്ല ഓഫീസൊക്കെ സെറ്റ് ചെയ്യാവുന്ന രീതിയിലുള്ള നല്ല വിസ്തൃതിയിലാണ് അപ്പർ ലിവിങ് ഏരിയ ഇവിടെ നൽകിയിരിക്കുന്നത്. ഇവിടെ നിന്നും നമ്മൾ നേരെ പോകുന്നത് മുകളിലെ നിലയിലുള്ള ഒരു ബെഡ്റൂമിലാണ്. മുകളിൽ ഒരു ബെഡ്റൂമും താഴെ 2 ബെഡ്റൂമായിട്ടാണ് ഈ വീട് നിർമ്മിച്ചിരിക്കുന്നത്. മുകളിലെ ബെഡ്റൂമും നല്ല വലിപ്പമുള്ള ബെഡ്റൂമുകളാണ് മുകളിൽ ഇവിടെ നൽകിയിരിക്കുന്നത്. കൂടാതെ ഈ ബെഡ്റൂമും നല്ല അറ്റാച്ച്ഡ് ബാത്റൂമോട് കൂടിയാണ് നമുക്കിവിടെ വരുന്നത്. ഇവിടെ നിന്നും നമ്മൾ നേരെ പോകുന്നത് നല്ലൊരു യൂട്ടിലിറ്റി സ്പേസിലേക്കാണ്. യൂട്ടിലിറ്റി സ്പേസ് ഇവിടെ കവേർഡ് അല്ല. നമ്മുടെ വാഷിംഗ് മെഷീനൊക്കെ വയ്ക്കാനുള്ള പ്രൊവിഷനും കാര്യങ്ങളൊക്കെ നമുക്കിവിടെ യൂട്ടിലിറ്റി സ്പേസിലാണ് ഇവിടെ നൽകിയിരിക്കുന്നത്. അത് നല്ല വലിപ്പമുള്ള യൂട്ടിലിറ്റി സ്പേസാണ്. നമുക്ക് വാഷിംഗ് മെഷീനൊക്കെ ഈ പോർഷനിലായിട്ടാണ് നമുക്കിവിടെ നൽകിയിരിക്കുന്നത്.
ഇവിടെ നിന്നും നമ്മൾ നേരെ പോകുന്നത് ഒരു ബാൽക്കണി സ്പേസിലേക്കാണ്. മീഡിയം വലുപ്പത്തിലുള്ള ബാൽക്കണിയാണ് ഇവിടെ നൽകിയിരിക്കുന്നത്. കൂടാതെ മറ്റേ സ്റ്റീലും മണ്ടലും ഒന്നല്ല, ഒരു മീഡിയം ഭംഗിയുള്ള രീതിയിലാണ് ഇവിടെ ബാൽക്കണിക്കുള്ള സ്ക്വയർ ട്യൂബിലാണ് ഇവിടെ നൽകിയിരിക്കുന്നത്. പെരുമ്പാവൂർ ടൗണിൽ നിന്നും ഏകദേശം 4 കിലോമീറ്റർ മാത്രം മാറി ബസ് സ്റ്റോപ്പിൽ നിന്നും ഏകദേശം 200, ആലുവ മൂന്നാർ സ്റ്റേറ്റ് ഹൈവേയിൽ നിന്നും 200 മീറ്റർ മാത്രം അകലെയായി 3.25 സെൻറ്റ് സ്ഥലവും 1300 സ്ക്വയർ ഫീറ്റുള്ള താഴെ 2 ബെഡ്റൂമും മുകളിൽ 1 ബെഡ്റൂമും ആയിട്ട് വരുന്ന ഈ വീടിന് ഓണർ ചോദിക്കുന്ന വില എന്ന് പറയുന്നത് 40 ലക്ഷം രൂപയാണ്. വില തികച്ചും നെഗോഷ്യബിൾ ആണ്. കൂടാതെ ഈ പ്രോപ്പർട്ടിക്ക് ഏത് ബാങ്കിൻ്റെ ലോൺ വേണമെങ്കിലും നമ്മൾ തന്നെ നിങ്ങൾക്ക് അറേഞ്ച് ചെയ്ത് നൽകുന്നതാണ്.